Hi, welcome to today day of weight loss challenge. മക്കളെ എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിപ്പോയി. അതാണ് വീഡിയോ ഇടാൻ വൈകിയത് കേട്ടോ. വീഡിയോസൊക്കെ എടുത്തു വെച്ചിരുന്നു, എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തിരമിസു ഓവർനൈറ്റ് ഓട്സ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി 1/2 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. 3/4 ടേബിൾ സ്പൂണ് ചിയ സീഡും പിന്നെ 1 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും. ബേക്ക് ചെയ്യുന്ന യൂസ് ചെയ്യുന്ന കൊക്കോ പൗഡറാണ് കേട്ടോ. അൺസ്വീറ്റൻഡ് ആയിട്ടുള്ള കൊക്കോ പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലോട്ട് കുറച്ച് കോഫിയും കൂടി മിക്സ് ചെയ്ത് കൊടുത്തു. കുറച്ച് കോഫി എടുത്തിട്ട് അതിലോട്ട് ചുടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1 കപ്പ് പാലും കുറച്ച് ഹണി ആഡ് ചെയ്ത് കൊടുത്തു. ഹണി സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈത്തപ്പഴം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് അതും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വാനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനിതാ അടച്ചു വെച്ചു. ഇത് തലേ ദിവസമാണ് കേട്ടോ ഉണ്ടാക്കിയത്. എന്നിട്ട് ഫ്രിഡ്ജിൽ ഒരു ഓവർനൈറ്റ് എടുത്തു വെക്കുക. പിന്നെ ദിവസം രാവിലെ ഞാനിതാ ഗ്രീക്ക് യോഗേർട്ടാണ് കേട്ടോ അവിടെ എടുത്തിട്ടുള്ളത്. ഇതുപോലെ 1 കപ്പ് ഗ്രീക്ക് യോഗേർട്ട് എടുത്തിട്ടുണ്ട്. ഗ്രീക്ക് യോഗേർട്ട് ഇല്ലെങ്കിൽ സാധാ യോഗേർട്ട് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതിലോട്ട് ഇതാ കുറച്ച് ഹണി ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ കുറച്ച് വാനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ ഇതാ അവിടെ ഗ്രീക്ക് യോഗേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ച ഓവർനൈറ്റിൽ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുള്ള അത് ഓട്സ് എടുക്കുക. ഇനി ഇതൊന്ന് നമുക്ക് പാത്രത്തിൽ സെറ്റ് ചെയ്ത് വെക്കാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഗ്രീക്ക് യോഗേർട്ട് വെച്ചിട്ട് അങ്ങനെ ചെയ്യാം. പിന്നെ ഞാനൊരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ വേറൊരു കപ്പിലോട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ലെയറായിട്ട് വെക്കുന്നത് ആദ്യം ഓട്സ് ഈ കപ്പിലിട്ട് കൊടുക്കുക. കുറച്ചധികം ഓട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നെക്സ്റ്റ് ലെയറായിട്ട് ഗ്രീക്ക് യോഗേർട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ അത് കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മുടെ ഓട്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ സെക്കൻഡ് ലെയർ ഗ്രീക്ക് യോഗേർട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിതാ വീണ്ടും തേർഡ് ലെയറായിട്ട് ഓട്സ് തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ബാക്കിയുള്ള ഓട്സ് മൊത്തം ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് ലെയറിൽ ഗ്രീക്ക് യോഗേർട്ട് കുറച്ചും കൂടി ഉള്ളത് ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ ലാസ്റ്റ് ലെയർ ഗ്രീക്ക് യോഗേർട്ട് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യണമെന്നൊന്നുമില്ല. ഞാൻ ഇത് വീഡിയോൻ്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ആ ഓവർനൈറ്റ് ഓട്സ് നമ്മളൊരു ബൗളിലാണല്ലോ ഉണ്ടാക്കിയത്. ആ പാത്രത്തിൻ്റെ മുകളിൽ തന്നെ ഗ്രീക്ക് യോഗേർട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ കൊക്കോ പൗഡറാണ് ഞാൻ ഈ തൂവി കൊടുക്കുന്നത്. ഇത് ബേക്കിംഗ് കൊക്കോ പൗഡറാണ് കേട്ടോ. അപ്പോൾ അതന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം, അൺസ്വീറ്റൻഡ് ആയിട്ടുള്ളത്. അപ്പോൾ അത് ഇങ്ങനെ മുകളിൽ തൂവി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മുടെ തിരമിസു ഓവർനൈറ്റ് ഓട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് വല്ലാത്തൊരു കോഫിയുടെ ഒരു കുത്ത് പിന്നെ യോഗേർട്ടിൻ്റെ ഒരു കുത്ത് നന്നായിട്ട് വരും. അപ്പോൾ സ്വീറ്റ് ആൻഡ് കുറച്ചും കൂടി ആഡ് ചെയ്യണം എന്നുള്ളവർ കാണുന്നുണ്ടെങ്കിൽ അതിൽ ബനാനേ അല്ലെങ്കിൽ ഡേറ്റ്സ് കുറച്ച് സിറപ്പാക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കേ അല്ലെങ്കിൽ ഹണി കുറച്ച് അധികം ഇട്ട് കൊടുക്കേ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്താലാണ് ആ ഒരു ചവർപ്പ് പോലെ ഒരു ഫീലിംഗ് വരും ഈ കോഫിയും യോഗേർട്ടും കൂടി മിക്സ് ആകുമ്പോൾ. എനിക്ക് യോഗേർട്ടിൻ്റെ ടേസ്റ്റ് അത്ര വലിയ ഇഷ്ടമുള്ള ആളല്ല. അതുകൊണ്ട് എനിക്ക് ഈ ഒരു ഇത് വലിയ ഇഷ്ടമായില്ല. കാരണം യോഗേർട്ടിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ യോഗേർട്ടിൻ്റെ ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇത് ഓക്കെ ആയിരിക്കും അവർക്ക്. എനിക്ക് അത്ര പിടിച്ചിട്ടില്ല. എന്തായാലും ഞാൻ കഴിച്ചു നോക്കുകയാണ്. ഞാൻ ആദ്യം ഒരു ഇത് എടുത്തു നോക്കി, ഒരു സ്പൂൺ എടുത്തു നോക്കിയപ്പോഴാണ് ഈ ചവർപ്പ് പോലെ ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ ബനാന കട്ട് ചെയ്തിട്ടത്. അപ്പോൾ ബനാന കട്ട് ചെയ്തിടൽ ഓപ്ഷണലാണ്. അത് നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. അതിന് ശേഷം ഉച്ചയ്ക്ക് ഞാൻ ചോറാണ് കേട്ടോ കഴിച്ചത്. സാധാരണ എടുക്കുന്ന മാതിരി 100 ഗ്രാം ചോറ്, ഉപ്പേരി, അങ്ങനെ അതിൻ്റെ കൂട്ട് കറി അങ്ങനെയൊക്കെ എടുത്തിട്ടാണ് ചോറ് കഴിച്ചത്. ഇത് രാത്രിക്കുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ. രാത്രി ഞാനൊരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കി, ഒരു വെറൈറ്റി സ്റ്റൈലിൽ ചിക്കൻ കറി ഉണ്ടാക്കി. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ചിക്കൻ എടുത്തു, അതിലോട്ട് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. അങ്ങനെ ഒരു 10 മിനിറ്റിന് ശേഷം ഇതാ കറി ഉണ്ടാക്കുന്ന പാത്രത്തിലോട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയുള്ള വെളിച്ചെണ്ണ മാത്രം ആഡ് ചെയ്താൽ കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് എല്ലാ ചിക്കൻ പീസും അതിലിട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ചിക്കൻ ഒക്കെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ചിക്കൻ ഇതാ ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. നമ്മൾ ഒരു ഓവർ മസാല ഈ ഒരു മാരിനേറ്റ് ചെയ്യണയിൽ ആഡ് ചെയ്യരുത്. കുറച്ച് ഒരു ലൈറ്റായിട്ടുള്ള ഒരു ഇതേ വേണ്ടുള്ളൂ കേട്ടോ, മാരിനേഷനേ വേണ്ടുള്ളൂ. എന്നിട്ട് ചിക്കന് അതേപോലെ തന്നെ ഹാർഡായിട്ടുള്ള പൊരിക്കൽ വേണ്ട, ഒരു ലൈറ്റായിട്ടുള്ള നമ്മൾ ബിരിയാണിക്കൊക്കെ ഒന്ന് ലൈറ്റായിട്ട് പൊരിച്ചെടുക്കൂലേ അതുപോലെ ലൈറ്റായിട്ടൊന്ന്
ഇതാക്കിയാൽ മതി, പൊരിച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഇതാ ചിക്കൻ ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. അങ്ങനെ ചിക്കനൊക്കെ പാത്രത്തിലോട്ട് മാറ്റിക്കഴിഞ്ഞ് അതേ ഇതിൽ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പേസ്റ്റോ ചതച്ചതോ ഇട്ട് കൊടുത്തിട്ട് ആ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുത്ത് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേപ്പിലയും അതുപോലെ പച്ചമുളകും ഒന്ന് അതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഓണിയൻ ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ ഒരു ഡൈസ് ആയിട്ടുള്ള രീതിയിലാണ് അരിഞ്ഞു കൊടുത്തിട്ടുള്ളത്, നീളത്തിലല്ല, ക്യൂബായിട്ടുള്ള രീതിയിൽ ചെറുതാക്കി അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് കുക്കാവട്ടെ, അതിന് വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഉള്ളി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മസാലാസ് ആഡ് ചെയ്ത് കൊടുക്കാം. മസാലാസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാനിതാ 1.5 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും പിന്നെ അതുപോലെ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും അതുപോലെ ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ആകെ ഈ ഒരു മസാല ഞാനിതിൽ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് സോട്ട് ചെയ്തിട്ടെടുക്കാം. ഈ മസാലയുടെ പച്ചമണം മാറണ വരെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. പച്ചമണം മാറി മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കുക. ഉള്ളി കുറച്ച് അധികം ഇട്ട് കൊടുക്കണം കേട്ടോ. ഉള്ളി നന്നായിട്ട് നമുക്ക് ആ ഒരു നല്ല തിക്ക് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളി കുറച്ച് അധികം ഇട്ട് കൊടുക്കുക. അതിനനുസരിച്ച് തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതൊന്ന് ക്ലോസ് ചെയ്തിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഈ ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്യുമ്പോൾ എല്ലാത്തിനും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. സ്ലോ കുക്കിങ് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, നല്ല ഫ്ലേവർഫുൾ ആയിരിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇപ്പോൾ ഇതാ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. നന്നായിട്ട് കുക്കായി മസാല ഒക്കെ നന്നായിട്ട് കുക്കായി വന്നതിന് ശേഷം നമ്മളിതാ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ അതിലോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 1.5 കപ്പ് വെള്ളം, നമുക്ക് ഗ്രേവിക്ക് ആവശ്യപ്പെട്ട വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ വെള്ളം നന്നായിട്ടൊന്ന് ഇതിൽ കുറുകി വരണം കേട്ടോ. ഇപ്പോൾ അതാ നമ്മൾ കറി നന്നായിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കറി ഇതാ ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, നന്നായിട്ട് കുറുകി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം നമ്മൾ മല്ലിയില കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇതവിടെ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലത്തെ അടിപൊളി ഒരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ ഇത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള ചിക്കൻ കറി ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അങ്ങനെ രാത്രി ഞാൻ എടുത്തത് രാഗി പുട്ടും അതുപോലെ ഉണ്ടാക്കിയ ചിക്കൻ കറിയും പിന്നെ ഒരു ആപ്പിളും ആണ് കേട്ടോ. ഇതായിരുന്നു എൻ്റെ ഡിന്നർ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാഗിപ്പുട്ട് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ളത് ഞാൻ മുമ്പത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ട്, അതൊന്ന് പോയി നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. പുതിയ വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. അതുവരേക്കും ബൈ.